നിങ്ങളുടെ ലൈഫ് നിങ്ങളെ പേഴ്സണലി അത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയില്ലായിരിക്കാം. ചില ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ ബിറ്റ് ടൈം മാറ്റങ്ങൾ വരുത്താനായിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. സോ വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഒന്നാമത്, നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ പതിവായി ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആദ്യത്തെ ദിവസം നിങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ടാവും. നിങ്ങളുടെ വർക്കൗട്ടുകൾ ഇതിനകം തന്നെ നിങ്ങൾ മുൻകൂട്ടി ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജിം ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ടാവും, ഷൂസ് മേടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒരു സർട്ടിഫൈഡ് ജിം പ്രോ ആയി തന്നെ ശരിക്കും മാറിയ ഒരു ഫീല് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ജിമ്മിൽ പോയി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നിങ്ങൾ വിയർക്കും, നിങ്ങൾ ക്ഷീണിക്കും, നിങ്ങൾ സന്തോഷിക്കും. ഫൈനലി നിങ്ങൾ പുറത്തു വരുന്നതായിരിക്കും ആ ഒരു ദിവസത്തിൽ. ആ ദിവസം നിങ്ങൾ ശരിക്കും ആസ്വദിക്കും. ബട്ട് വെരി സൂൺ നിങ്ങൾ ടയേർഡ് ആവുന്ന ആ ഒരു ദിവസം വരും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ ഒരു ഡിലേ ഫീൽ ആവും. മേ ബി പുറത്ത് മഴ പെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു മൂഡ് ഉണ്ടായിരിക്കില്ല. ഗസ് വാട്ട്, ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ഹണിമൂൺ പീരിയഡ് ഉണ്ട്. അതായത് ഹണിമൂൺ പീരിയഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. സ്റ്റാർട്ടിങ്ങിൽ എല്ലാ പുതിയതും എക്സൈറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ പുതിയതായി കണ്ടെത്തിയ പാഷനും നിങ്ങളെ ആ ഒരു ഫസ്റ്റ് ഹാപ്പി ടൈമിൽ കൂടെ കൊണ്ടുപോകുന്നു. പക്ഷെ അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ ബോറിങ്ങും പതിവായും മാറും. ആക്ച്വലി നിങ്ങൾക്ക് അതിനുശേഷം ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഉന്മേഷം എന്നുള്ളത് ഉണ്ടാവില്ല. പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് എന്നുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്നുള്ളത്. ഇത് നമ്മൾ ശീലിക്കുക തന്നെ വേണം. എന്നിട്ട് അത് എന്തായാലും ചെയ്യണം. അങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ബോറേ അടിക്കാത്തവരല്ല. എന്ത് തന്നെ ബോറ് അടിക്കുന്നുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്തവരാണ്. രണ്ടാമത്, ഈറ്റ് ദാറ്റ് ഫ്രോഗ്, തവളയെ തിന്നുക. ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിക്കാനായി ഒരു തവള ഉണ്ടാവും. അത് ശരിക്കും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഉണ്ടാവില്ല. എന്നാൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരറ്റത്ത് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് ശ്രദ്ധിക്കാതെ വിട്ടാൽ ഒരു ഷാഡോ പോലെ അത് നിങ്ങളെ ആൻഷ്യസ് ആക്കി മാറ്റും. ലൈക്ക് നിങ്ങൾ നീട്ടി വയ്ക്കുന്ന ഒരു ഇമെയിൽ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, വാഷ് ചെയ്യാത്ത വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരം വലുതായി കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമേ ഉണ്ടായിരിക്കില്ല. പക്ഷേ അത് നീട്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്തു, എന്നാൽ നിങ്ങളത് ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ അത് വലുതായി തീരും. അത് വലുതാവും തോറും നിങ്ങൾ അത് ചെയ്യാനും ആഗ്രഹിക്കില്ല. സോ അതാണ് നിങ്ങളുടെ തവള എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ രാവിലെ ആദ്യം തന്നെ അത് കഴിക്കുക എന്നുള്ളതാണ്. അതായത് രാവിലെ ആദ്യമായിട്ട് തന്നെ ആ ഒരു വർക്ക് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, വളരെയധികം അനലൈസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്തൊക്കെയാണ് ഗുണവും ദോഷവും എന്ന ലിസ്റ്റും ഉണ്ടാക്കേണ്ട. ജസ്റ്റ് സിംപ്ലി വേക്കപ്പ്, ദെൻ ഫ്രഷ് ആവുക ആൻഡ് തവളയെ തിന്നുക. മൂന്നാമത്, ഡിജിറ്റൽ മിനിമലിസം. ടെക്നോളജി നമ്മളുടെ ജീവിതത്തെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളെ ഉണർത്താൻ വേണ്ടി നമ്മൾ അലാം ക്ലോക്കിനെ ഏൽപ്പിക്കുന്നു. നമ്മളുടെ ഫ്രിഡ്ജ് ഫില്ല് ചെയ്യാൻ അലക്സയോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ റിസ്റ്റിൽ തന്നെ ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അൽഗോരിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിച്ച് മോസ്റ്റ് ഓഫ് ദ ടൈം നല്ല കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ വളരെയധികം മോശമാണ്. ടെക്നോളജി എങ്ങനെ മികച്ച രീതിയിൽ യൂസ് ചെയ്യാമെന്ന് ഞങ്ങൾ ഇതിനു മുമ്പും പല വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു വാച്ച്. ബട്ട് ഈ ഒരു പോർഷനിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉണരുന്നതിനും അതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഒരു ഡെഡ് ടൈം ഉണ്ട്. ഇത് നോർമലി 1-2 മണിക്കൂറാണ്. നിങ്ങളത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാനും റെഡിറ്റ് ഓർ ട്വിറ്റർ ഓർ യൂട്യൂബ് പരിശോധിക്കാനും ഒക്കെ മേ ബി ചിലവഴിക്കായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ മനസ്സ് ടോട്ടലി ആ കാര്യങ്ങളിൽ മുഴുകിയിരിക്കും. അത് നിങ്ങളുടെ ശ്രദ്ധ മൊത്തം തന്നെ ആകർഷിക്കുകയും ചെയ്യും. സോ ഒബ്വിയസ്ലി നിങ്ങൾക്കത് നോക്കാതിരിക്കാനും പറ്റില്ല.
നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കിടക്കയിലാണ് എന്നൊക്കെ റിയലൈസ് ചെയ്യുന്നതിന് പകരം പ്രാക്ടീസ് ഡിജിറ്റൽ മിനിമലിസം. അതായത് നിങ്ങൾ ഉണരുന്ന സമയത്ത് സമയം നോക്കാൻ അങ്ങനെ പ്രധാനമായ കാര്യങ്ങൾ ഒഴിച്ച് ടെക്നോളജിയിൽ തുടരുത്. നിങ്ങൾക്ക് അത്രയ്ക്കും അത്യാവശ്യമായി ടെക്ക് യൂസ് ചെയ്യണം എന്ന സമയം വരുന്നവരെ ഇത് ചെയ്യാനായി ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡേ ടൈം കൂടുതൽ പീസ് ആൻഡ് ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ടൈം പീരിയഡ് എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ സമയമുള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യാൻ ആരംഭിക്കും. സോ ഈ ഒരു കാര്യം തീർച്ചയായും തന്നെ ചെയ്യാനായി ശ്രമിക്കുക. 4ാമത്, ഓഡിയോ പുസ്തകങ്ങൾ കേൾക്കാനായി ആരംഭിക്കുക. ശരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് സമയം തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആ ഒരു കാര്യം വളരെ അവയർനെസ്സോടുകൂടി ആയിരിക്കില്ല ചെയ്യുന്നത്. നിങ്ങൾ അത്രമാത്രം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഗുഡാണ്. പക്ഷേ നമ്മൾ ഭൂരിഭാഗവും അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ നമുക്കൊരു ലേണിംഗ് ടൈമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പലരും കുളിക്കുന്ന സമയത്ത് 20 മിനിറ്റ്, 15 മിനിറ്റ്, 25 മിനിറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും പലരും കുളിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ സെലക്റ്റീവായിട്ടുള്ള ചില ഓഡിയോ പുസ്തകങ്ങൾ കേട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ ഈ ഒരു കുളി എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. സോ ഇതുപോലെ ഒരു ദിവസത്തിൽ നമ്മൾ മറ്റും ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാവാം. സോ ആ ഒരു സമയത്തൊക്കെ നല്ല ഓഡിയോ പുസ്തകങ്ങൾ കേൾക്കാനായി ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കേൾക്കാനായി റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ സമ്മറി ഏതെന്നാൽ 30 Days Change Your Habits, Change Your Life എന്ന പുസ്തകം. ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മളെ കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ആളുകൾ പറയുകയാണെങ്കിൽ അത് നോർമലി നമുക്കൊരു തമാശയായിട്ടായിരിക്കും തോന്നുക. പക്ഷേ അതാണ് സത്യമെന്ന് ഈ ഒരു പുസ്തകത്തിൽ പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ഒരു പുസ്തകം കുക്കു FM-ൽ ഇതിൻ്റെ ഫുൾ ബുക്ക് സമ്മറി അവൈലബിൾ ആണ്. സോ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ TGM50 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 year മെമ്പർഷിപ്പ് 399 rupees വോത്ത് ആയിട്ടുള്ള മെമ്പർഷിപ്പ് 199 rupees-ന് തന്നെ കിട്ടുന്നതായിരിക്കും. മാത്രമല്ലാതെ 5000 hours-ൽ കൂടുതൽ ഇതിൽ മറ്റു ഉള്ള പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്കും ബുക്ക് സമ്മറീസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സോ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു പുസ്തകം ആദ്യം കേട്ട് ആരംഭിക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. 5ാമത്, നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന് 30 മിനിറ്റ് ദിവസവും മാറ്റിവെക്കുക. നിങ്ങൾക്ക് 30 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്. എന്നാലും നമ്മൾ അതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് നമുക്ക് നടക്കാനും സ്റ്റെപ്സ് കയറാനുമായിട്ട് സിമ്പിളായിട്ട് ശ്രമിക്കാം. അതായത് ആദ്യം തന്നെ നമ്മൾ ഒളിമ്പിക്സിൽ കയറുന്നത് പോലെ ഒളിമ്പിക്സിൽ ട്രെയിൻഡ് ആവാനായിട്ട് ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനായിട്ട് പെർ ഡേ 30 മിനിറ്റ്സ് മാറ്റിവെച്ച് അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമോ? നോ. പക്ഷേ ഓരോ ദിവസവും 30 മിനിറ്റ് നിങ്ങളുടെ ആരോഗ്യത്തിനായി എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങളിൽ ഒരു ശീലം വളർത്തിയെടുക്കും. അങ്ങനെ നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ സീരിയസ് ആയി എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ വാക്കിംഗ്, പിന്നെ റണ്ണിങ് ഓർ വർക്കൗട്ടൊക്കെ ആയി റീപ്ലേസ്ഡ് ആവുന്നത് വളരെ ഈസിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എക്സസൈസ് നിങ്ങളുടെ പേഴ്സണൽ ഫ്രോഗ് ആണെങ്കിൽ അതിരാവിലെ തന്നെ അത് ചെയ്ത് അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് പേഴ്സണൽ ഫ്രോഗ് മീൻസ് നിങ്ങൾക്ക്, അതായത് നമ്മൾ 2ാമത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ ആ തവളയെ തിന്നുക ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാനായി ശ്രമിക്കുക. 6ാമത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനായി 10 മിനിറ്റ് മാറ്റിവെക്കുക. മിക്ക സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ എന്നുള്ളത് പരിശീലിക്കുന്നുണ്ടാവും. ഇത് ആക്ച്വലി നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകാനും കൂടാതെ നിങ്ങളുടെ പ്രയോറിറ്റീസ് പ്ലാൻ ചെയ്യാനുമായി സഹായിക്കും. മെഡിറ്റേഷൻ ഇപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാബു കാറ്റഗറിയിലാണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് അതുമാത്രമല്ല, അവർ പറയുന്നത് അത് ടോട്ടലി നമ്മളുടെ മനസ്സിനെ കൺഫ്യൂസ് ചെയ്യും താനും. വിഗസ് ഹിപ്പി ടൈമിൽ നിന്ന് ഇതിന് ചീത്തപ്പേരുണ്ടായി എന്നാണ്. ആളുകൾ വിചാരിക്കുന്നത് ധ്യാനം എന്നാൽ മരങ്ങളോടോ മറ്റെന്തിനെങ്കിലോടോ സംസാരിക്കുക എന്നാണ്. ബട്ട് ഓൺട്രപ്രൂണേഴ്സിൽ നിന്നും മികച്ച അത്ലറ്റ്സിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ നോർമൽ പബ്ലിക്കുകളിൽ നിന്നും മനസ്സിലായത് എല്ലാവർക്കും ഇതിൽ നിന്നും പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നാണ്. മിക്ക ആളുകൾക്കും സെൽഫ് അവെയർനെസ് എന്നുള്ളത് കാണില്ല. അവർ ചെറിയ ഒരു
ബോക്സിലാണ് ജീവിക്കുന്നത്. ആൻഡ് സോ ഡെയിലി വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്യുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കും. കൂടാതെ അവർക്ക് ഈസിയായ ചോദ്യങ്ങൾക്ക് പോലും സ്വയം ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ബേസിക് കാര്യങ്ങൾക്ക് പോലും അവർ ഒരുപാട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അവരുടെ മൈൻഡ് ശരിക്കും ബാലൻസ്ഡ് ആയിരിക്കില്ല. അവർക്ക് മോട്ടിവേഷൻ കുറവായിരിക്കും. ആൻഡ് ലക്ഷ്യം കണ്ടെത്താനും ഒരുപാട് തന്നെ പോരാടുന്നുണ്ടാവും. അവിടെയാണ് നിങ്ങളുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ റൈറ്റ് ഡയറക്ഷനിലേക്ക് നയിക്കാൻ ഡെയിലി 10 മിനിറ്റെങ്കിലും മതിയാവും. ന്യൂയോർക്കിൽ നിന്ന് പാരീസിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് 2 ഡിഗ്രി ദിശ മാറ്റിയാലും അത് ടോട്ടലി ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും റീച്ച് ആവുക. സോ എന്തായാലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൽ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുള്ള വണ്ടർഫുൾ വേ എന്നുള്ളത് ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. 7ാമത് ഒരു വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് മേടിച്ചു വയ്ക്കുക. നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾ ഫോളോ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ അതിനെക്കുറിച്ച് മറന്നു പോകുന്നത് കൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും ആൻഡ് മേ ബി നിങ്ങൾ അത് 2 തവണ ചെയ്തേക്കാം. ബട്ട് പിന്നെ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്ത് അതിനെക്കുറിച്ച് തന്നെ മറന്നു പോകും. ഒരുപാട് ആളുകൾക്ക് ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. വിഷ്വൽ റിമൈൻഡറുകൾ വളരെയധികം പവർഫുള്ളാണ്. അത് നമ്മളെ സ്വയം റെസ്പോൺസിബിൾ ആവാനായി എന്തായാലും ഹെൽപ്പ് ചെയ്യും. കൂടാതെ വിഷ്വൽ റിമൈൻഡറുകൾക്ക് പുറമെ വൈറ്റ് ബോർഡിന് ഒന്നിലധികം ഉദ്ദേശങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചിന്തകൾ വിഷ്വലൈസ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. സോ നിങ്ങളുടെ മുന്നിൽ ഒരു വിഷ്വൽ കലണ്ടർ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതായത് ഒരു വർഷത്തെ വിഷ്വൽ കലണ്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 1 ഇയർ എങ്ങനെ കടന്നുപോയി, ഇനി വരാൻ പോകുന്ന 1 ഇയറിലേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായ പ്ലാനുകൾ നമ്മൾ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യും തോറും നമ്മളുടെ മൈൻഡിലാണെങ്കിലും വളരെ രസകരമായിട്ടുള്ള രാസമാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം കൂടി തീർച്ചയായും ഫോളോ ചെയ്യാനായി ശ്രമിക്കുക. 8ാമത് നിങ്ങളുടെ ടൈറ്റിൽ ഏൺ ചെയ്യുന്നത് തുടരുക. അല്ല എങ്കിൽ അത് എക്സ്പയർഡ് ആവും. ഇത് ഡെറക് സിൽവേഴ്സിന്റെ പുസ്തകമായ ഹെൽ യാ ഓർ നോ എന്ന പുസ്തകത്തിൽ വായിച്ച കാര്യമാണ്. അത് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റായും ഫീൽ ചെയ്തു. അതായത് ഒരു ടൈറ്റിലിനെ മുറുകെ പിടിക്കുന്നത് നിങ്ങൾക്ക് പ്രവർത്തനമില്ലാതെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു സമയത്ത് ഒരു നല്ല സുഹൃത്തായിരുന്നു എങ്കിൽ അതിനർത്ഥം നിങ്ങൾ എപ്പോഴും ഒരു നല്ല സുഹൃത്താണ് എന്നല്ല. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഭാവിയിലെ വിജയത്തിൻ്റെ റീസൺസ് ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അത് വളരെയധികം റെയറാണ്. നമുക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു ടൈറ്റിൽ മാഞ്ഞു പോകുന്ന സമയത്ത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. മാത്രമല്ല ഇത് വളരെ രസകരമായ ഒരു കാര്യം കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്ന ആൻഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ടൈറ്റിൽസ് ഏതൊക്കെയാണെന്ന് ഇത് നിങ്ങളെ കാണിക്കും. മനസ്സിലായില്ല എങ്കിൽ സിമ്പിളായി പറഞ്ഞുതരാം. നിങ്ങളൊരു 10 വർഷം മുമ്പ് ഒരു ടീമിൻ്റെ ഒരു നേതാവായിരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരുപാട് നല്ല അടിപൊളി ടീമിനെയൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്തു. ഒരുപാട് നല്ല ടീമിനെ നിങ്ങൾ ഫോം ചെയ്തു. നിങ്ങൾ അവരെ വിജയിപ്പിച്ചു. പക്ഷേ അത് വളരെ കാലം മുൻപ് നടന്ന കാര്യമായിരുന്നു. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതിനുശേഷം നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സോ നൗ ലീഡർ പൊസിഷൻ ഓർമ്മിക്കാനുള്ള സമയമായി. എങ്കിൽ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ അതല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് അസ്വസ്ഥനായിരിക്കും. സോ വീണ്ടും ഒരു നേതാവാനായിട്ട് നമ്മൾ വീണ്ടും പ്രിപ്പയർഡ് ആവണം. നിങ്ങൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പാസ്റ്റ് ടൈറ്റിൽസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ അതൊക്കെ ഏൺ ചെയ്യാനായിട്ട് വീണ്ടും ആരംഭിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് അത്രമാത്രം ഒരു സന്തോഷവും അതിൽ നിന്ന് അത്രമാത്രം ഒരു സംതിങ് ലഭിക്കുന്നത് കൊണ്ടാണ് ആ മാഞ്ഞുപോയ ടൈറ്റിൽസിനെ പറ്റി നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സംസാരം ഒരിക്കലും ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് മൊമെൻറ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ആ ടൈറ്റിൽ നേടിയെടുക്കാനായിട്ട് വീണ്ടും വർക്ക് ചെയ്യാനായി ആരംഭിക്കുക. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.